സ്വസ്ഥത അനുഭവിക്കുന്ന എവിടം തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടം തൊട്ട്? ഒന്ന്, പ്രശ്നങ്ങളുടെ വാർത്തകൾ ചെവിയിൽ വരുമ്പോൾ, കണ്ണിന്റെ മുമ്പിൽ ചിലത് കാണുമ്പോൾ, നമ്പർ 1 ദൈവത്തെ, മൂന്നാം വാക്യം വായിക്കുമ്പോൾ, ദൈവത്തെ അന്വേഷിപ്പാൻ യെഹോശാഫാത്ത് താല്പര്യപ്പെട്ടു. ആദ്യം ഒരു ഭയം അടിച്ചു. നമുക്കൊക്കെ അങ്ങനെ ചില വാർത്തകൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് എന്തുണ്ടാവും? ഭയം ഉണ്ടാവും. ഭയം വന്നു. പക്ഷേ യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. ഇനി ശ്രദ്ധിച്ചേ, നമ്മുടെ ജീവിതത്തിന്റെ അത്ഭുതം നടക്കുന്നത്, ആ ദൈവിക സ്വസ്ഥത അനുഭവിക്കുന്നത് എത്ര വലിയ പ്രശ്നത്തിന്റെ വാർത്തകളുടെ മധ്യത്തിലും ദൈവത്തെ അന്വേഷിപ്പാൻ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഭയപ്പെട്ട് മാറിയിരിക്കല്ല, യെഹോശാഫാത്തും ഭയപ്പെട്ടു. പക്ഷേ ദൈവത്തെ അന്വേഷിപ്പാൻ താല്പര്യം, ആ വാക്കട താല്പര്യപ്പെട്ടു. താല്പര്യപ്പെട്ടു. ആ താല്പര്യം ഉണ്ടെങ്കിലേ എന്തിനും, താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും, ഇല്ലേ? നമുക്കൊരു ദിവസം മടി വന്നാൽ മടി തന്നെ, അനി എന്തോ വന്നാലും മടി കയറിയാൽ ഇനി കൈക്ക് പോയി കാലിന് ഒരു കുഴപ്പമില്ലല്ലോ, മടി കയറിയാൽ മടിയാണ്. ഇനി കൈക്ക് കാലിന് കുഴപ്പം, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ താല്പര്യം ഉണ്ടെങ്കിലോ, താല്പര്യം ഉണ്ടെങ്കിലോ ആ കാര്യം നടന്നിരിക്കും. അവിടെ ഒരു യാത്ര നമ്മൾ പോയിരിക്കും. എന്നാൽ മനസ്സിൽ താല്പര്യം ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, പോകില്ല. എന്നാൽ താല്പര്യം അകത്ത് കയറി കഴിഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ അതിന് സ്റ്റെപ്പ് വെച്ചിരിക്കും. അപ്പം ഉള്ളുകൊണ്ടൊരു താല്പര്യപ്പെട്ട് ദൈവത്തെ എന്ത് ചെയ്തു? അന്വേഷിച്ചു. അവളെല്ലാം ആൾക്കാരെ വിളിച്ചുകൂട്ടി എന്ത് ചെയ്തു? ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അതാ ദൈവത്തിന്റെ വചനം പറഞ്ഞത്. ജെരമ്യാ 29 പറയും, എന്നെ അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ കണ്ടെത്തും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങൾ വരുമ്പോൾ എങ്ങനെ സ്വസ്ഥത അനുഭവിക്കാം? ദൈവത്തെ അന്വേഷിപ്പാൻ താല്പര്യപ്പെടുക. ഉറക്കെ പറ, ദൈവത്തെ അന്വേഷിപ്പാൻ താല്പര്യപ്പെടുക. മാനുഷിക രീതിയിൽ സൊല്യൂഷൻ കണ്ടെത്താൻ നിൽക്കാതെ യെഹോശാഫാത്തിന് ഒരു കാര്യം മനസ്സിലായി, പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ദൈവത്തെ അന്വേഷിപ്പാൻ തീരുമാനം. അപ്പൊ ഉറക്കെ പറ, ദൈവത്തെ അന്വേഷിക്കുക. ഇനി 6ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിച്ചേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെ. 5 തൊട്ടൊന്ന് വായിച്ചു. 5 തൊട്ടൊന്ന്. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുൻപിൽ യഹൂദയുടെയും യെരൂശലേമിന്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് എന്തെന്നാൽ, അപ്പൊ ഇവർ ഉപവാസം പ്രഖ്യാപിച്ചു. ദൈവത്തെ അന്വേഷിപ്പാൻ എന്ത് ചെയ്തു? താല്പര്യപ്പെട്ടു. യഹൂദയിലെല്ലാം എന്ത് ചെയ്തു? എല്ലാവരും എന്ത് ചെയ്തു? ഉപവാസം പ്രഖ്യാപിച്ചു. ഇപ്പൊ ഇവരെല്ലാവരും എവിടെ വന്ന് കൂടിയിട്ടുണ്ട്? ആലയത്തിൽ വന്നുകൂടി. ശ്രദ്ധിച്ചോ. അപ്പൊ ഒന്നിച്ച് ഉപവാസം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച് എല്ലാവരും കൂടെ എവിടെ വന്ന് നിൽക്കുക? ദൈവസന്നിധിയിൽ, ആലയത്തിൽ വന്നൊരു പ്രാർത്ഥനയാണ് ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ആലയത്തിലും. അപ്പൊ രണ്ടാമത്തെ കാര്യം, എങ്ങനെ നമുക്ക് റെസ്റ്റ് കിട്ടും, അസ്വസ്ഥത അനുഭവിക്കാം? 2, പ്രാർത്ഥനയിൽ കൂടെ. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കാൻ ഒരു താല്പര്യപ്പെടുന്ന 1ാമത്തെ സ്റ്റെപ്പ്. എന്നിട്ട് അത് ആക്ഷനായിട്ട് മാറി, അത് പ്രാർത്ഥന. അവരെല്ലാം വിളിച്ചുകൂട്ടി എവിടെ ഇരിക്കുന്നു? ആലയത്തിലിരുന്നു. ആലയത്തിലിരുന്ന് മനോഹരമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥന തുടക്കം എങ്ങനെ? ദൈവം ആരാന്നറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ഇനി ശ്രദ്ധിച്ചേ, പ്രായോഗികമായി വിടുതൽ കിട്ടുന്ന കാര്യം പറയാം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അയ്യോ പൊത്തേ എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് തുടങ്ങരുത്. എനിക്ക് പ്രായോഗിക അനുഭവം കൂടെ ചേർത്ത് പ്രസംഗിക്കുകയും അത് പഠിപ്പിക്കുകയും അത് നിങ്ങൾക്ക് വിടുതലാകണമെന്ന് ആഗ്രഹിക്കുന്ന, ഞാൻ ദൂത് മാത്രമല്ല പറയുന്നത്. ദൂത് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് ആ മീറ്റിങ്ങിന് സന്തോഷമായിരിക്കും. ദൂത്, ആ 1 മണിക്കൂർ ദൂത് തൊട്ട് വലിയ അനുഭവമായിരുന്നു. ഓക്കെ, നല്ല കാര്യം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിലനിന്ന് പോണ കാര്യം മനസ്സിലാവണ്ടേ? അപ്പം നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരിക്കണ്ട, വലിയ പ്രശ്നത്തിന്റെ മധ്യത്തില ഒരു വമ്പൻ കൂട്ടം വന്നിരിക്കുക. ദൈവത്തെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. പക്ഷെ പ്രാർത്ഥന തുടങ്ങുന്ന ദൈവത്തെ ദൈവം ഒന്നറിഞ്ഞൊന്ന് മഹത്വപ്പെടുത്തി പ്രാർത്ഥനയിലോട്ട് കയറണം. ഇന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, നമ്മുടെ ദൈവം ആരാന്നറിഞ്ഞ് സ്തുതിക്കണം.
ഈ ആരാധന ആദ്യം അങ്ങ് വർഷിപ്പ, ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രശ്നം വന്ന് നിൽക്കുമ്പോഴും എന്റെ ദൈവം നീ വലിയവനായ സ്തോത്രം, അങ്ങ് സൗഖ്യദായകനായ സ്തോത്രം, കുടുംബങ്ങളെ ഉദ്ധരിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. അത് തന്നെ ഒരു പവറാ. എങ്ങനെയാ പ്രാർത്ഥിച്ചു? അയ്യോ ദൈവമേ, എങ്ങനെയാ തുടങ്ങിയേ? ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ, ഒന്ന് വായിച്ചു സിസ്റ്റർ, ഒന്ന് വായിച്ച് സഹായിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ഇവിടുത്തെ ലോക്കൽ കുട്ടി ദൈവമല്ല, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ പ്രശ്നത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, വീട്ടിലായാലും സമയം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ അങ്ങ് മഹാശക്തിയുള്ള ദൈവമായാൽ ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിലെ ആദ്യ വാക്കുകൾ അങ്ങനെ ആയിരിക്കട്ടെ. നിത്യനായ ദൈവം, സർവശക്തനായ ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു പവറാ. അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അകത്ത് വിശ്വാസം കയറുകയാണ്. അടുത്ത ആർക്കും എതിർപ്പാൻ കഴിയാത്ത നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. സകലത്തെ വാഴുന്നതാരാ? നീയാ കർത്താവേ. അപ്പൊ വേറെ വാഴ്ച ഇല്ലെന്ന്, എന്തെങ്കിലും വാഴ്ച ഉണ്ടെങ്കിൽ അതിനെ പൊട്ടിക്കാൻ കഴിവുള്ള വാഴ്ചയാണ് കർത്താവ്. ഹല്ലേലൂയ. സാത്താനിക മണ്ഡലങ്ങൾ എന്തോ വല്ലാത്തൊരു പോരാട്ടം വാഴ്ച നടത്തുന്നതെന്ന് തോന്നിയാലും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, സകലത്തെ വാഴുന്ന ദൈവം നീയാണല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. അതിന്റെ അർത്ഥം എന്താ? എന്റെ ദൈവം വലിയവനാണെന്ന്. ആർക്കും എതിർക്കാൻ പറ്റാത്ത ശക്തിയും പരാക്രമവും. ഇത് തന്നെ മനസ്സിലായ നമ്മുടെ ദൈവം ആരാന്ന്. നമ്മുടെ ദൈവം ആരാ? ആർക്കും എതിർക്കാൻ പറ്റാത്ത ശക്തിയും പരാക്രമവും. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിന് സ്തുതിക്കുന്നവരായി ഇന്നു മുതൽ ഞാൻ പറയുന്നു. ഇതേ വാക്ക് തന്നെ പറയണമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്നും നിങ്ങൾ പ്രാർത്ഥനയുടെ ആദ്യ ഘട്ടം ഇതുപോലെ ദൈവത്തിനൊന്ന് മഹത്വം കരുത്തി ഒന്ന് സ്തുതിക്കാൻ തുടങ്ങാമോ? ആ പ്രതിസന്ധന മധ്യത്തിൽ ദൈവത്തെ എന്ത് ചെയ്യുക? വർഷിപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുക. എന്ന് പ്രാർത്ഥിച്ചു. വായിച്ചേ. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്തു. ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ, ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നീ അനർത്ഥം ഞങ്ങൾക്ക് വരുമ്പോ, ഞങ്ങൾ ഈ ആലയത്തിന്റെ മുൻപിലും നിന്റെ സന്നിധിയിലും നിന്ന് നിന്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പ്രോമിസ് ഓർപ്പിക്കുക. അടുത്തത് പ്രാർത്ഥിക്കുമ്പോ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം സ്തുതിച്ച് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഓർമ്മിപ്പിക്കണം. കർത്താവേ, ഞങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ, മഹാമാരി, ക്ഷാമവും ന്യായവിധിയുടെ വാളൊക്കെ ഞങ്ങൾക്കെതിരെ വരുമ്പോ, കർത്താവ് നീ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ആലയത്തിന് മുമ്പിൽ തിരുസന്നിധിയിൽ വന്ന് അങ്ങ് സങ്കടത്തോടെ നിലവിളിക്കുമ്പോ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ദൈവം പറഞ്ഞ, കഴിഞ്ഞ നാളിൽ പറഞ്ഞ പ്രോമിസ്, തിരുവചനത്തിൽ പറഞ്ഞ പ്രോമിസ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു സൗഖ്യം ആവശ്യമുണ്ട്. കർത്താവേ, നിന്റെ തിരുവചനത്തിൽ പറയുന്നല്ലോ അങ്ങ് സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചു, നിന്റെ അടിപ്പിണാൽ സൗഖ്യമുണ്ടെന്ന്. എങ്കിൽ എന്റെ ഈ വിഷയത്തിന് എന്റെ ദൈവമേ സൗഖ്യമാക്കണമേ. അപ്പം എങ്ങനെ റെസ്റ്റ് അനുഭവിക്കാം? ഒന്ന് ദൈവത്തെ അന്വേഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? താല്പര്യപ്പെടുന്നത്. നമ്പർ 2, പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു. ദൈവത്തെ ദൈവം എന്നറിഞ്ഞ് മഹത്വപ്പെടുത്തുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എന്തായിരിക്കണം? ഉണ്ടായിരിക്കണം. അങ്ങനെ ഈ തലോട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ മനോഹരമായ പ്രാർത്ഥന. ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ വചനങ്ങൾ ഓർപ്പിച്ച്, അപ്പോൾ തന്നെ കുറവുകൾ, ചില പാളിച്ചകൾ പറ്റിപ്പോയി ദൈവമേ എന്ന് പറഞ്ഞ് കുറവുകൾ ഏറ്റുപറഞ്ഞ്, പിന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. താരോട്ട് വായിക്കുന്ന ഓരോ വാക്കും. അനി 12ാമത്തെ വാക്യം വായിച്ചു. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ദൈവാശ്രയത്തെ കാണിക്കുക. ഞങ്ങൾക്ക് എന്തില്ല?
കഴിവില്ല. ഈ സമൂഹത്തോട് എതിർക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യണോന്ന് ഞങ്ങൾക്ക് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങൾ നിന്നിൽ എന്ത് ചെയ്യുന്നു? ആശ്രയിക്കാൻ എന്റെ കണ്ണുകൾ നിന്നിലേക്ക് ഉയർത്തും. അപ്പൊ കണ്ടോ, പ്രാർത്ഥന കണ്ടോ? ആദ്യം വന്ന് ദൈവത്തെ എന്ത് ചെയ്തു? ആദ്യം ഇതാണോ പറഞ്ഞേ? ആദ്യം ഇതാണോ പറഞ്ഞേ? അയ്യോ ഞങ്ങൾക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല കർത്താവേ. അപ്പറേ പോയി, നമ്മുടെ വിശ്വാസവും പോയി. എല്ലാവരോടും പറയാം, ഇന്നോട്ട് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും വിഷയത്തിൽ എന്നും അല്ല, നോർമൽ പ്രാർത്ഥിക്കും. അത് സ്വർഗസ്വനായ പിതാവ്, നിന്റെ നാമം മഹത്വപ്പെടമേ. ദൈവത്തിന് അങ്ങ് മഹത്വം കയറ്റുക. വർഷിപ്പ് കണ്ടോ? 5-6 വാക്യം തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് എങ്ങനെയാ? ദൈവമേ അങ്ങ് വലിയവനാ, നീ ആർക്കും തിറക്കാൻ പറ്റാത്ത ശക്തിയുള്ള പരാക്രമശാലിയാണ്, അങ്ങ് സകലത്തെ വാഴുന്ന ദൈവമാണ്, നിന്നെപ്പോലൊരു ദൈവം ഇല്ല എന്ന് പറഞ്ഞിട്ട് വർഷിപ്പ് ചെയ്തു. ദൈവത്തിന്റെ പ്രോമിസ് ഓർപ്പിച്ചു. കർത്താവ് ഞങ്ങൾക്ക് ചില കുറവുകൾ പറ്റിയെന്ന് പറഞ്ഞ് സമർപ്പിച്ചു. എന്നിട്ടാണ് അവസാനം എന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് എന്തോ ചെയ്യണമെന്ന് അറിയില്ല, എങ്കിലും ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു, ഞങ്ങളുടെ കണ്ണും നിന്നിലേക്ക് ഉയർത്തുന്നു. ഇന്ന് പകൽ പിടിക്കുന്ന സകലരോട് പറയുന്നു, ഇത് നമ്മുടെ പ്രാർത്ഥനയായി മാറട്ടെ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. ഒന്ന്, ദൈവസന്നദ്ധിയിൽ അന്വേഷിപ്പാൻ തീരുമാനിച്ചു. 2, എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, എങ്ങനെ ദൈവിക സ്വസ്ഥത അനുഭവിക്കും. ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് മൂന്നാമത്തെ കാര്യം പറയാൻ പോവാം. 13, 14, 15. അങ്ങനെ യഹൂദ്യരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. എല്ലാം എവിടെ നിന്നു? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നു. കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ നിന്നു. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ യെഹിയേലിന്റെ മകനായ ബെനയാവിന്റെ മകനായ സെക്കരിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യന്റെ മേൽ വന്നു. ലേവ്യന്റെ മേൽ വന്നു. പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ ആത്മാവ് ഇറങ്ങി. പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തലമുറയുടെ ജീവിതത്തിലും ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് പറയാം, ആത്മപ്രവൃത്തി വെളിപ്പെടണം. ആത്മാവ് ഇറങ്ങി അവർ രക്ഷപ്പെട്ടു. എത്ര പേര് ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കും? ഒന്നിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഇതാണ് ദൈവത്തെ സ്തുതിച്ച് ദൈവം അന്വേഷിക്കാൻ തുടങ്ങിയാൽ ബാക്കി ആത്മാവ് ചലിക്കാൻ തുടങ്ങും. ഈ 7-ാം മാസം തൊട്ടൊരു ദൂത് പറയാം, ഇനി അങ്ങോട്ട് പ്രാർത്ഥിക്ക്, ആത്മാവിന്റെ ചലനം വെളിപ്പെടട്ടെ. നമ്മളെ വിട്ട് അല്ലെങ്കിൽ ഇത്രയും വർഷം നമ്മൾ പിടിച്ചോണ്ട് നിന്നില്ലേ, നമ്മളെ പിടിച്ചിട്ടും വലിയ കാര്യമില്ല. ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ആത്മാവിന്റെ പ്രവൃത്തിക്ക് വെളിപ്പിച്ചു കൊടുക്കില്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇതിന്റെ അകത്തിരിക്കുന്ന വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഇനിയുള്ള നാളുകളിൽ ദൈവാത്മാവ് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആകട്ടെ. ദൈവാത്മാവ് വന്നു. ഇനി 15-ാമത്തെ മൂന്നാമത്തെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? മൂന്നാമത് നമുക്ക് റെസ്റ്റ് അനുഭവിക്കാൻ. 1, ദൈവത്തെ അന്വേഷിക്കുക. 2, പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം എന്താ പറയാൻ പോവാ? 15. അവൻ പറഞ്ഞത് എന്തെന്നാൽ, അവന്റെ മേൽ ആത്മാവ് വന്ന് അവൻ പറഞ്ഞു തുടങ്ങിയാൽ, പ്രവചന ആത്മാവിൽ തുടങ്ങി. യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവും ആയുള്ളവരെ, ഇവന്റെ മേൽ ആത്മാവ് വന്ന് ദേശനിവാസികളോടും രാജാവിനോട് ഉൾപ്പെടെ പ്രവചിക്കുക. കേട്ടുകൊള്ളുവേ, യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ഈ ഒരു വലിയ ജനസമൂഹം, ഒരു രാജ്യം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഇവരെ ബലപ്പെടുത്തുന്ന ദൂത് ഒരുത്തന്റെ മേൽ വന്നു വീണു. അവൻ ആത്മാവിൽ, പരിശുദ്ധാത്മാവിന്റെ അവന്റെ അധരങ്ങളെ ദൈവാത്മാവ് നിയന്ത്രിച്ച് അവൻ ആത്മാവിൽ പ്രവചിക്കാൻ തുടങ്ങി. പറയാണ്, സമൂഹമേ, രാജാവെ, ഭയപ്പെടേണ്ട. ഈ വലുതിനെ കണ്ട് നീ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാ. നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോഴാ ഈ വലുത് കണ്ട് ഭാരപ്പെടുന്നത്. ദൈവം യുദ്ധം ചെയ്യാൻ പോവുക. അതിന്റെ അർത്ഥം എന്താ പറയാ? പ്രാർത്ഥിക്കാനിരിക്കുന്നവന് ദൈവാത്മാവ് ഒരു പ്രോമിസ് കൊടുത്തു, ദൂത് കൊടുത്തു. ഈ ദൂതിനെ കയറി പിടിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന റെസ്റ്റ്. എങ്ങനെ റെസ്റ്റ് അനുഭവിക്കാം? ദൈവത്തെ അന്വേഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നും കണ്ടും പൂർണ്ണമാകത്തില്ല. ഈ പ്രാർത്ഥിക്കാനിരുന്ന് അസ്വസ്ഥപ്പെട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് തരുന്ന ദൂതിനെ കയറി സ്വീകരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭയമുണ്ട്, ദിവസം ഇരിക്കുക. പക്ഷെ ദൈവം അരുളപ്പാട് നൽകി. ഈ സമൂഹം കണ്ട് ഭയപ്പെടേണ്ട, യുദ്ധം ആരാ ചെയ്യാൻ പോന്നേ?
ദൈവവചനം. എന്നിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ പോലെ ഒന്ന് താഴോട്ട് വായിച്ച്. നാളെ അവരുടെ നേരെ ചെല്ലുവേൻ, ഇത് അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. നിങ്ങൾ അവരെ യെരുവേൽ മരുഭൂമിക്ക് എതിരെ തോട്ടിന്റെ അറ്റത്ത് എങ്ങനാ വരുന്നതെന്നും എവിടുന്നാ വരുന്നതെന്നും വ്യക്തമായി ദൈവം വെളിപ്പെടുത്തി. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന ദൈവം വെളിപ്പെടുത്തും, നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തും, സ്വപ്നത്തിൽ കൂടെ വെളിപ്പെടുത്തും, ദർശനത്തിൽ കൂടെ വെളിപ്പെടുത്തും, ദൈവദാസന്മാരിൽ കൂടെ വെളിപ്പെടുത്തും. നീ വചനം വായിക്കുമ്പോൾ ദൈവം ഇടപെടും, നീ അന്യഭാഷ പറയുമ്പോൾ ദൈവം ഇടപെടും. ഇന്ന് പകൽ ചിലരോട് പറയാ, നിനക്കുള്ള വഴി ദൈവം വെളിപ്പെടുത്തും, നിന്റെ ഭാവി വഴി ദൈവം വെളിപ്പെടുത്തും. മരുഭൂമിയുടെ തോട്ടിന്റെ അരികത്ത് വെച്ച് കാണും. നീ എവിടെ വെച്ച് ശത്രുവിനെ കൂട്ടിമുട്ടൂന്നുൾപ്പെടെ ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത്. ഇന്ന് ഇവിടെ ഇരിക്കുന്നോട് പറയാം, ആരെങ്കിലും എന്റെ നാളെ എന്താകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നെങ്കിൽ ദൈവാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരാം. ദൈവാത്മാവ് നിന്നോട് സംസാരിക്കാം, ദൈവാത്മാവ് നിന്നോട് ഇടപെടും. ഞാൻ വിശ്വസിക്കുന്നു ദൈവാത്മാവ് ഇതിന്റെ അകത്ത് ചിലർക്ക് അത് വ്യക്തതയോടെ ദൈവം വെളിപ്പെടുത്തി വരട്ടെ. ദൈവം വ്യക്തതയോടെ വെളിപ്പെടുത്തി വരട്ടെ. ദൈവാത്മാവ് അത്ഭുതത്തെ ചെയ്യാൻ ഞാനൊരു പ്രവചനാത്മാവിൽ എനിക്ക് എന്റെ മാനുഷിക അറിവിലറിയാം ഒരു 3-4 പേരെങ്കിലും അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് വെച്ചാൽ എങ്ങനെ ആത്മാവിലല്ല, നിങ്ങൾ പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് എനിക്കറിയാം നിങ്ങളുടെ നാളെയും ഭാവിയും അടുത്ത കോഴ്സും അടുത്ത ലെവലും എന്തെന്നറിയാതെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങളോട് ഉൾപ്പെടെ ഞാൻ ആത്മാവ് പറയുന്നു, ദൈവം വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്, ദൈവം കാണിക്കാൻ പോവുകയാണ്, ദൈവം വ്യക്തമായ മുറുകെ പിടിച്ചു. അവിടാണ് നമ്മുടെ വിടുതൽ കിട്ടുന്നത്. 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 20-ാമത്തെ. പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. നാളെ രാവിലെ പുറപ്പെടാൻ പറഞ്ഞു, അവർ പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട് യഹോശാഫാത്ത് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, എന്റെ വാക്കു കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകുമെന്ന് പറഞ്ഞു. ഇത് മറന്നു പോകരുത്. 3-ാമത്തെ കാര്യം, എങ്ങനെ റെസ്റ്റ് അനുഭവിക്കാം പ്രതിസന്ധി. ദൈവിക വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് മുറുകെ പിടിക്കുക. 15-ൽ ദൂത് കിട്ടി, 16-ത്തെ ദൂത് കിട്ടി, 20-ൽ യഹോശാഫാത്ത് പറയാം നമുക്ക് ദൂത് കിട്ടി, പക്ഷെ നമ്മളത് വിശ്വസിച്ച് മുറുകെ പിടിക്കുക. എങ്കിൽ ഉറച്ചു നിൽക്കും, നമ്മൾ കൃതാർത്ഥരാ. ഒന്ന് ദൈവത്തെ അന്വേഷിക്കുക, 2 പ്രാർത്ഥിക്കാൻ തുടങ്ങുക, 3 ദൈവം തരുന്ന ദൂരം സ്വീകരിച്ച് വിശ്വസിച്ച് ഏറ്റെടുക്കുക. നമ്മൾ പഠിക്കേണ്ട സ്വഭാവമാണ് യഹോശാഫാത്തിന്. നമ്മുടെ ക്രിസ്തീയത്തിൽ പകർത്താൻ ഒത്തിരി നല്ല സ്വഭാവം യഹോശാഫാത്തിന്റെ ജീവിതത്തിനകത്ത്. യഹോശാഫാത്ത് എന്ന് പറയാ, ദൈവവചനത്തിലും അവന്റെ പ്രവാചക ശബ്ദത്തിലും മുറുകെ പിടിച്ചോളുക, എന്നിട്ട് മുന്നോട്ട് വയ്ക്കോ, നമ്മൾ ജയിച്ചിരിക്കും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ദൂത് പറയാ, കർത്താവിന്റെ വചനത്തെയും ദൈവാലോചനയും ദൈവശബ്ദത്തെയും മുറുകെ പിടിച്ചോ, നീ തകരത്തില്ല, നീ ഉദയത്തില്ല, നീ ലജ്ജിക്കത്തില്ല, നീ അത്ഭുതം കണ്ടിരിക്കും. 7-ാം മാസം ഒരു ഗ്യാരണ്ടി. ഒരു ദൂത് വേണമെന്ന് ആഗ്രഹിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഓരോരുത്തരെ തലേ തൊട്ട് ചൂണ്ടി ഞാൻ ആത്മാവിന്റെ ഒരു ദൂത് പറയുകയാണ്. നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചോ, നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ കിലാത്തനാകും, നീ വിജയം അനുഭവിക്കും. ഓ ശബാല ബാബാ. ഈ യഹോശാഫാത്തിന്റെ ഗുണം ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ 2-3 അധ്യായം ബാക്കില് 17-ാം അധ്യായം ഒന്ന് എടുത്ത്, ഈ 2 ദിനവൃത്താന്തം 17-ാമത്തെ അധ്യായം എടുത്ത്, 17-ാം അധ്യായത്തിൽ രാജാവാകുന്നൊരു അനുഭവമുണ്ട്. അതിൽ 1-ാമത്തെ വാക്യത്തോട്ട് ചില വാക്ക് നമ്മളെപ്പോഴും അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാത്ത ചില വചനങ്ങൾ അതൊന്ന് പറയാൻ പോ. 17 അവന്റെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവായി. യഹൂദ രാജാവായി ഇപ്പൊ യഹോശാഫാത്ത് വാഴാൻ പോവുകയാണ്. അവൻ ഇസ്രായേലിനെതിരെ പ്രബലനായി തീർന്നു, അവൻ ശക്തനായി തീർന്നു. എന്തൊക്കെ ഗുണങ്ങള്? അവൻ യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും സൈന്യങ്ങളെ ആക്കി, യഹൂദ ദേശത്തും തന്റെ അപ്പനായ ആസ പിടിച്ച എഫ്രൈം പട്ടണങ്ങളിലും കാവൽ പട്ടാളങ്ങളെയും ആക്കി. ഈ കാവൽ നിൽക്കുന്നവരെ ദേശത്തിന് ചുറ്റും എന്ത് ചെയ്തു?
താനിരുന്നങ്ങ് സ്വയം ഭരിക്കുകയല്ല, പകരം ഇനി ശത്രു ആക്രമിക്കാതിരിക്കാൻ ചുറ്റുമതിലിന് ചുറ്റും പട്ടാളങ്ങളെ എന്ത് ചെയ്തു? ആക്കി. തനിക്കറിയാൻ ജയം വേണമെങ്കിൽ, ശത്രു ഇനി തൊടാതിരിക്കണമെങ്കിൽ കാവൽ പടയാളികൾ വേണം. അതിന്റെ അർത്ഥം എന്താ അറിയാ? പ്രാർത്ഥനയുടെ, യേശു പറഞ്ഞ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന സെറ്റ് ചെയ്യണോ? ഒന്ന് രണ്ടുപേരെയൊക്കെ എല്ലാം നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. അത് അനുഗ്രഹമാണ്. പ്രാർത്ഥനയുടെ അനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം. കാവൽക്കാർ ഇല്ലാതെ പോകരുത്. കാവൽക്കാർ ചില വീട്ടിൽ എല്ലാവരും ആ അനുഭവമില്ല, ചിലപ്പോൾ ഒരാളായിരിക്കും. പക്ഷെ നിങ്ങളാണ് കാവൽക്കാർ. നിങ്ങളെ തളർന്നു പോകരുത്. ഒറ്റയ്ക്ക് ഉള്ളതിലും കാവൽക്കാർ തളർന്നു പോകരുത്. ചുറ്റും എന്ത് ചെയ്തു? കാവൽക്കാരെയാക്കി. ഉറപ്പുവരുത്തണം. അടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണമെന്ന് പറഞ്ഞേ. പ്രാർത്ഥിച്ചോണം. മക്കളുടെ അവരോടും പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ധ്യാനിച്ചിരിക്കുമ്പോൾ ഈ അവർ ചിലപ്പോൾ യേശുവേ അപ്പച്ച എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന ഉണ്ടല്ലോ, അതൊരു കാവൽക്കാർ. അതൊരു കാവല. ആമേൻ. കാവൽ ഉറപ്പുവരുത്തണം. പട്ടണം ഉറപ്പുവരുത്തണം. ഓരോ ദിവസവും ഉറപ്പുവരുത്തണം. അതില്ലാതെ പോകരുത്. അടുത്തത് മൂന്നാമത്തെ. യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവരോട് കൂടെ ഉണ്ടായിരുന്നു. രാജാവായപ്പോ അവന്റെ പൂർവ്വപിതാ ദാവീദ് ആ പരമ്പര അതെന്താണോ അത് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം ഇതിന് തൊട്ടു മുമ്പുള്ളവരെല്ലാം വിഗ്രഹാരാധനയും ബാലിനെ ആരാധിച്ച് വഴി വിട്ടുപോയി. അപ്പൊ എവിടൊക്കെ തെറ്റ് പറ്റിയോ ആ തെറ്റൊക്കെ മാറ്റിവെച്ച് ദൈവത്തെ ആശ്രയിപ്പാൻ എന്ത് ചെയ്തു? തീരുമാനം. അതുകൊണ്ട് ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനി മനോഹരമായ ഒരു വാക്ക് ശ്രദ്ധിച്ചോണം. എന്നിട്ട് താൻ എന്ത് ചെയ്തെന്നറിയാമോ? എന്നിട്ട് താനോട്ട് വായിക്കുമ്പോൾ എല്ലാം അറിയാം. ദൈവം ഉറപ്പിച്ചു കൊടുത്തു, പൂജാഗതികളൊക്കെ മാറ്റി. ഇനി 7ഉം 8ഉം വായിക്കുമ്പോ അവൻ തന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ യഹൂദ നഗരങ്ങളിൽ ഉപദേശിപ്പാനായിട്ട് ബെൻഹയിൽ ഒബദ്യാവ്. ഒരു മിനിറ്റ്. അങ്ങനെ കുറെ പേരെ ദേശം മുഴുവൻ ഉപദേശിക്കാൻ നിയമിച്ചു. അവരെന്താ ചെയ്തത്? 9-ാമത്തെ വാക്യം. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകവും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവർ യഹൂദ നഗരങ്ങളിലൊക്കെയും സഞ്ചരിച്ചു ജനത്തെ ഉപദേശിച്ചു. മതി. എന്നിട്ട് അവിടെ കൊണ്ട് തീർന്നില്ല. കുറച്ചു പേരെ തീരുമാനിച്ചു. ഓരോ പ്രതിനിധികളെ വിളിച്ചു. അവരോടെല്ലാം പറഞ്ഞു, ദേശം മുഴുവൻ പോയി എന്ത് ചെയ്യാൻ പോവാ? ഈ വചനം അങ്ങോട്ട് പറയാ. ജനത്തെ എന്ത് ചെയ്യാ? ഉപദേശിച്ചെടുത്ത വചനം കൊണ്ട് അങ്ങ് നിറച്ചു. ആ നിറച്ചത് കൊണ്ടാണ് ഒരു പ്രശ്നം വന്നപ്പോ എല്ലാം കൂടെ ഉപവസിക്കാൻ എവിടെ കൂടിയത്? ആലയത്തിൽ കൂടിയത്. നമ്മുടെ അടുത്ത ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ വചനം നിറയട്ടെ. താൻ രാജാവായിട്ട് രക്ഷപ്പെട്ട ആ ദൈവം എനിക്ക് വിടുതൽ തന്ന ആ സ്തോത്രം. അവിടെ അതല്ല, ഹല്ലേലൂയ. താൻ ശരിയാക്കാനുള്ളതെല്ലാം ശരിയാക്കി. എവിടൊക്കെ കാവൽക്കാരെ ആക്കണമോ, പ്രാർത്ഥനക്കാരെ ആക്കണമോ, അവരെല്ലാം അത് സെറ്റാകാൻ തുടങ്ങി. അടുത്തത് തനിക്കറിയാൻ താൻ മാത്രം രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. അവിടെ ജനം മുഴുവൻ വചനം കേൾക്കണം. ജനം മുഴുവൻ ഉപദേശം കേൾക്കണം. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വചനം കേൾക്കണം. അതിന് ആൾക്കാരെ നിയമിച്ച് എല്ലാ തെരുവുകളിലേക്കും വിട്ട്, ഹല്ലേലൂയ, അവർ യഹൂദിയിൽ ഉപദേശിച്ചു. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം അവരുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മുടെ ആയുധം ദൈവത്തിന്റെ വചനമാണ്. ഇത് വിട്ടുപോകരുത്. നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ടാകണം? വചനം. ഈ കയ്യിലുണ്ടാകുക എന്ന് പറയുന്നതിന്റെ അക്ഷരീയ അർത്ഥത്തിൽ എടുക്കണ്ട, അതിന്റെ ആത്മീയ അർത്ഥത്തിൽ എടുത്താൽ അത് നിന്റെ ഹൃദയത്തിന്റെ അകത്തിരിക്കട്ടെ, നിന്റെ വായിക്കകത്തിരിക്കട്ടെ. ദൈവത്തിന്റെ വചനം നിന്റെ കയ്യിൽ. അത് കയ്യിൽ പിടിച്ച് നഗരത്തിൽ മുഴുവൻ നടന്ന് അവർ വചനം ഉപദേശിച്ചു. അപ്പം നമ്മുടെ വചനം അടുത്തിരിക്കും. തൊട്ടിട്ട് പറ, കയ്യിൽ വചനം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. കയ്യിൽ വചനം ഉണ്ടായിരിക്കണം. കയ്യിൽ വചനം ഉണ്ടായിരിക്കണം. കയ്യിൽ വചനം ഉണ്ടായിരിക്കണം. നിറയ്ക്കണം. ആ ദേശം മുഴുവൻ അങ്ങ് നിറച്ച് വചനം.
ഹല്ലേലൂയ. വീടിന്റെ അകത്ത് പ്രാർത്ഥിക്കുക, കർത്താവ് എന്റെ വീട്ടിൽ വചനം നിറയട്ടെ, എന്റെ കുടുംബത്തിൽ ദൈവവചനം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഞാൻ പ്രായോഗികമായിട്ടൊരു കാര്യം പറയാം. ഹല്ലേലൂയ. ഈ ദിവസം ഇച്ചിരി ചിലവ് ചുരുക്കിയാലും കുഴപ്പമില്ല. ഹല്ലേലൂയ. വീട്ടിലൊക്കെ റൂമിലൊക്കെ വചനമൊന്നും ഇല്ലെങ്കിൽ ദേ ഇഷ്ടംപോലെ വചനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനായിട്ടോ അല്ലാതൊക്കെ. എവിടെയെങ്കിലൊക്കെ പോയി ഓരോ റൂമിൽ പോയി ഓരോ വചനം വായിച്ച് നല്ല ഇച്ചിരി കുഞ്ഞു കുഞ്ഞു മാറ്റം വെച്ച് വെക്കരുത്. 10 രൂപ 100 രൂപ കൂടിയാലും കുഴപ്പമില്ല. ഇച്ചിരി വലിപ്പത്തിൽ ഒരെണ്ണം പ്രിന്റ് ചെയ്ത് വീട്ടിലെ റൂമിലൊക്കെ കൊണ്ട് വെച്ചേ. റൂമിലോട്ട് കയറുമ്പോൾ വചനം കണ്ടുകൊണ്ട് കയറട്ടെ, അടുക്കളയിലോട്ട് കയറുമ്പോൾ ഒരു വചനം കണ്ടുകൊണ്ട് കയറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു നിയമം കിട്ടി, ഞാൻ ഒരു സ്ഥലത്ത് പോയി കുറച്ച് വചനങ്ങൾ കിട്ടി, അതെല്ലാം വെച്ച് റൂമിലോട്ട് കൊണ്ട് ഫിറ്റ്. അപ്പോൾ ഇലക്ട്രീഷ്യൻ ഒരാൾ വന്നു. അപ്പോൾ ഒരു പയ്യനാ, അവനെ കൊണ്ട് ഇലക്ട്രിക്, അവൻ ഈ റൂമിൽ ഒരെണ്ണം ഫില്ല് ചെയ്ത് ആ റൂമിൽ ഫില്ല്. അപ്പോൾ ലാസ്റ്റ് അടുക്കളയിലോട്ട് അവൻ പറയും എല്ലായിടത്തും വചനോ, നമ്മൾ എല്ലായിടത്തും വചനോ. അവനോട് അവൻ പോകുന്നതിന് മോനെ ഒരു മിനിറ്റ് ദേ അടുക്കളയിൽ കൊണ്ട് ഡ്രിൽ ചെയ്യാൻ പറഞ്ഞു. അവൻ ഇത് മൊത്തം വചനോ, അവൻ ഇത് മൊത്തം വചനോ. ഹല്ലേലൂയ. നീ ഇരുന്ന് മൊത്തം വായിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും വചനം നിന്റെ കൺമുമ്പിൽ നിറയട്ടെ, വചനം നിന്റെ ജീവിതത്തിൽ നിറയട്ടെ. കാരണം മാറാതെ നിൽക്കട്ടെ, അത് നിന്റെ അനുഗ്രഹമാണ്. വചനം കൊണ്ടങ്ങ് നിറച്ചു. അതിന്റെ ഗുണമാണ് ഒരു പ്രശ്നം വന്നപ്പോ വിളിച്ചപ്പോ എല്ലാം എവിടെ ഒന്ന് കൂടി, ആലയത്തിൽ ഒന്ന് കൂടി. വചനം കൊണ്ട് നിറച്ചാൽ ആദ്യം നിറയ്ക്കുമ്പോൾ ഒന്നും തോന്നിയില്ലേലും ഇച്ചിരി കഴിയുമ്പോൾ അതിന്റെ വിടുതൽ കാണാം. പക്ഷേ ഇപ്പൊ ഒന്നും ആരും വേണ്ട, കുഴപ്പമില്ല, ഇപ്പം വചനം കൊണ്ട് നിറച്ചോ. വചനം കൊണ്ട് നിറയ്ക്കണമെങ്കിൽ ഇവര് വചനം വിട്ട് നടന്നട്ടാ. വചനം വിട്ട് നടന്നവരെ വചനം കൊണ്ട് നിറച്ചു. പക്ഷെ ഒരാവശ്യം വന്നപ്പോൾ 17 വചനം കൊണ്ട് നിറച്ചു. 20 യുദ്ധം വന്നപ്പോൾ ഇവനെല്ലാം ഇങ്ങ് വന്നു. മക്കളും കൊച്ചുമക്കളും എല്ലാവരും ദൈവം തൊടും. വചനം കൊണ്ട് ഇന്നേ നിറച്ചു തുടങ്ങിക്കോ, വചനം കൊണ്ട് ദൈവം നിറച്ചു തുടങ്ങിക്കോ, വചനം കൊണ്ട് ദൈവത്തെ നിറച്ചു തുടങ്ങിക്കോ. ഓ ശകലബലോ, ഹല്ലേലൂയ. അപ്പൊ ഇതാണ് യഹോശാഫാത്തിന്റെ ഗുണം കണ്ടോ. അപ്പൊ അതുകൊണ്ട് യഹോശാഫാത്ത് നമ്മൾ 20-20 പറഞ്ഞത് ദൈവത്തിലെയും അതിന്റെ വചനത്തെ എന്ത് ചെയ്യുക, മുറുകം. ആ വാക്ക് വളരെ മനോഹരമാണ്. ഹല്ലേലൂയ. കർത്താവിന് 2020 2 ദിനവൃത്താന്തം 2020 നമ്മൾ വായിച്ചത്. 2020 എന്താണ്? കർത്താവിലും നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. മതി. ദൈവത്തിലും ദൈവവചനത്തിലും വിശ്വസിച്ചാൽ നിങ്ങൾ കൃതാർത്ഥ. അപ്പൊ മൂന്നാമത്തെ കാര്യം, ദൈവത്തിലും ദൈവവചനത്തിലും എന്ത് ചെയ്യാ, വിശ്വസിക്കുക. ഇനി അടുത്തത് ഇവരെന്തു ചെയ്തെന്നറിയാമോ? 4ാമത്തെ വിജയം അനുഭവിക്കുന്നത്. ഇനി 21-22 വായിച്ചു. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുൻപിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. അപ്പൊ അധികാരത്തെ എഴുന്നേറ്റ് സൈന്യം യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ്, അതിന്റെ മുമ്പ് പാട്ടുകാരെ സംഗീതക്കാരെയൊക്കെ അവര് സ്തുതിച്ച് ആടി പാടി പ്രാർത്ഥിച്ച് അങ്ങ് മുന്നോട്ട് പോയി. ശത്രുക്കൾ തമ്മിൽ ദൈവം അവരെ ചെതറിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കി, അവർ തമ്മിൽ അടിച്ച് ശത്രു പുറത്തുപോകാൻ ദൈവമിടയായി. 4ാമത്തെ കാര്യം പറയാം, ജീവിതത്തിൽ ജയം അനുഭവിക്കണമെങ്കിൽ, ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറുക. പ്രൈസ് പ്രൈസ് പ്രൈസ്. കാരണം ബൈബിൾ പഠിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവശക്തിയെ കൊണ്ടുവരുന്നതാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളോട് പറയുന്നു, നമുക്ക് ദൈവത്തെ ആരാധിക്കുന്നവരായി. അപ്പൊ ദൈവത്തെ അന്വേഷിച്ചു, പ്രാർത്ഥിച്ചു, ദൈവവാക്കിലും വചനത്തിലും മുറുകെ പിടിച്ചു. 4 അവരങ്ങ് ആരാധിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ദൈവം, അപ്പൊ ഈ പ്രൈസിന് ഭയങ്കര ശക്തിയുണ്ട്. ദൈവത്തെ സ്തുതിച്ചാൽ ദൈവശക്തി ചലിക്കും. ദൈവത്തെ സ്തുതിച്ചാൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചുരുങ്ങിയ ശുശ്രൂഷാ ജീവിതത്തെ അനുഭവത്തിൽ ഞാനൊരു കാര്യം പറയാം. ചില വിഷയം പ്രാർത്ഥിച്ചാലും നടക്കാത്ത കാര്യം ആരാധനയ്ക്കകത്ത് വന്നിരുന്ന് ചില ആരാധന കഴിയുമ്പോൾ അവരുടെ കെട്ടുപൊട്ടുന്നുണ്ട്. കാരണം വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത്. അവിടെ ചില വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ചെറുക്ക് വിളി കിട്ടുമ്പോൾ ഞാൻ പറയും, ദേ ഈ അവസാനം എത്തി വരാതെ ഈ ആദ്യത്തെ വർഷിപ്പിന്റെ അകത്ത് വന്നിരുന്ന് ചില ആഴ്ചകൾ വന്നിരിക്കാമോ? ആ വർഷിപ്പിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ അറിയാതെ മൂടുപടങ്ങൾ പൊളിഞ്ഞു മാറുന്നത്, ദൈവമഹത്വം വെളിപ്പെടുന്നത് കാണാൻ സാധിക്കും. ആരാധനയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്?
ശക്തിയുണ്ട് ദൈവത്തിൽ. ഇവരുടെ കയ്യിൽ യുദ്ധത്തിന്റെ സാമാനം വലിയ സംഭവമൊന്നുമില്ല, ചെറിയ രാജ്യമാണ്. മുമ്പേ നടന്നു വെച്ചാൽ അതായത് 21 പോലെ 21 ബാക്കിലത്തെ വചനം കാണിച്ച തൊട്ട് ബാക്കിൽ 21 ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്താനും സ്തുതിപ്പാനും അവന്റെ ദൈവമേക്കുമുള്ളതെന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. ദൈവയുടെ കീബോർഡൊക്കെ വെച്ച് ദൈവദാസന്മാർ പാടുന്നു വെറുതെ അല്ല. ഈ വെളിപ്പാടില്ലാത്തവന് വെളിയിൽ നിന്ന് കേൾക്കുമ്പോൾ ശബ്ദ കോലാഹലം. പക്ഷെ പിശാചിന് മനസ്സിലാവും ഇത് ആത്മാവിന്റെ ആരാധനയാണ്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ ആരാ പോയേ? അതുകൊണ്ട് നമ്മൾ ആദ്യം പാട്ട് വെച്ചേക്കുന്നേ മുമ്പേ. ഹല്ലേലൂയ. പണ്ടൊരാൾ ചോദിച്ചു, പാസ്റ്റർ ഇത് അവസാനം ആക്കിയാൽ എന്താ കുഴപ്പമൊന്നും? ആദ്യം അങ്ങ് പ്രസംഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല സാഹചര്യം. പക്ഷെ ആദ്യം ആരാധന നടക്കുന്ന അന്തരീക്ഷം മാറും. ആരാധന നടക്കുന്നത് അന്തരീക്ഷം. എലീശ അങ്ങനെ പ്രവചിക്കുന്നതിന് മുമ്പ് വീണക്കാരെ കൊണ്ടുവന്ന് വീണ വീട്ടാൻ പറഞ്ഞു. അവരും വീണ വീട്ടിയപ്പോൾ ആത്മാവ് ചലിച്ചു, എലീശ പ്രവചിക്കാൻ തുടങ്ങി. അപ്പൊ ദൈവ സാന്നിധ്യത്തെ കൊണ്ടുവരുന്ന അന്തരീക്ഷത്തെ മാറ്റുന്നതാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പിൽ ഹല്ലേലൂയ ആരാധിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചു, ശത്രു തോറ്റുപോയി. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ആരാധിച്ചു, ശത്രു തോറ്റുപോകുന്ന ദൈവപ്രഭത്തെ ദൈവം ഇറങ്ങി യുദ്ധം ചെയ്തു. ആമേൻ. ഇനിയുള്ള വാക്കിലേക്ക് വരാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഇനി ശ്രദ്ധിച്ചേ, 25 തൊട്ടൊന്ന് വായിച്ച്. യഹോശാഫാത്തും അവന്റെ പടജ്ജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും കണ്ടെത്തി. അപ്പോൾ യഹോശാഫാത്തും അവന്റെ പടജ്ജനവും അവരെ കൊള്ളയിടാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ ഈ ശത്രുവിന്റെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും. ഒരു രാജാവല്ല, ഒരു കൂട്ടരല്ല, 3 കൂട്ടിൽ പല ആൾക്കാർ എന്ത് ചെയ്തു? യുദ്ധത്തിനാണ്. അവിടെ എല്ലാ സാമാനങ്ങളും അവിടെ ഉണ്ട്. കണ്ടെത്തി. തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നതിലധികം ഊരിയെടുത്തു. അവർക്ക് ഇതെല്ലാം കൊള്ളയടിക്കുക, എന്നിട്ടും തീരുന്നില്ല, അത്രയ്ക്കും ഉണ്ട്. അടുത്ത് കൊള്ള അധികം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ 3 ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു. 3 ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു. ഏത് ജനമാ? ഇവരെ കൊള്ളയിടാൻ കുറെ എണ്ണം വന്നതാ. പക്ഷെ ഇപ്പൊ ഇവരാരെ കൊള്ളയിടുന്നു? ആരാണോ അവരെ കൊള്ളയിടാൻ വന്നത് അവർ ഒരു ദിവസം കൊണ്ട് തീരുന്നില്ല, 3 ദിവസം പിറക്കുക, സാധനങ്ങളെല്ലാം പിറക്കും. കാരണം ഈ 3 ക്രമീകരണത്തിന് വൻ ടീം വന്നപ്പോൾ അവരുടെ സന്നാഹവും അവരുടെ ക്രമീകരണം, ഞാൻ ഉദാഹരണം പറയാം, അവരുടെ ആഹാരവും അവരുടെ ഇതും വസ്ത്രങ്ങളും എന്തൊക്കെ അവരുണ്ടോ അത്ര ബഹുസമ്പത്തോടെ യുദ്ധത്തിന് വന്നത്. കാരണം ഇതെല്ലാം കൊണ്ട് ഇവർക്ക് ധൈര്യമുണ്ട് ഈ ചെറിയ രാജ്യത്തെ അടിച്ച് തോപ്പിച്ച് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ വൻ സെറ്റപ്പായിട്ട് ഇറങ്ങി വന്നത്. പക്ഷെ തോറ്റപ്പോൾ എല്ലാം അവിടെ പട്ടുപോയപ്പോൾ ഇതെല്ലാം തന്റെ ജനത്തിൽ ലഭിക്കാതെയായി. ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ല, 1, 2, 3 ദിവസം അവർ കൊള്ളയിട്ടുകൊണ്ടിരുന്നു. ഇന്ന് പലരും കൂടി പറയാം, നീ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം അന്വേഷിച്ച് ദൈവത്തെ ആരാധിച്ച് വചനത്തെ മുറുകെ പിടിക്കാൻ തയ്യാറായാൽ ഇതുപോലെ ശത്രുവിന്റെ മേലൊരു ജയഘോഷം